ഏഴും പത്തും ദൈവപ്രമാണങ്ങൾ. മോഷ്ടിക്കരുത്, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്. ഒരു വ്യക്തിക്ക് അർഹമല്ലാത്തത് അന്യായമായി സ്വന്തമാക്കുന്നതും അതിനായി ശ്രമിക്കുന്നതും മോഷണമാണ്. ഗുരുതരമായ പാപമാണ്. മോഷ്ടിച്ചിട്ടുണ്ടോ? മോഷ്ടിക്കാൻ ആഗ്രഹിച്ചോ? മോഷണത്തിന് കൂട്ടുനിൽക്കൽ, പ്രേരണ നൽകൽ, ന്യായീകരിക്കൽ എന്നിവ ഉണ്ടായിട്ടുണ്ടോ? മോഷ്ടിച്ച വസ്തുക്കൾ സ്വന്തമാക്കിയിട്ടുണ്ടോ? വിൽക്കാൻ സഹായിച്ചിട്ടുണ്ടോ? കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ? കൈക്കൂലി കൊടുത്തിട്ടുണ്ടോ? ഇത്തരത്തിൽ അനീതിക്ക് കൂട്ടുനിന്നിട്ടുണ്ടോ? അതിർത്തിക്കല്ല് മാറ്റിയിട്ടിട്ടുണ്ടോ? അതിര് മാന്തിയിട്ടുണ്ടോ? അന്യൻ്റെ വസ്തുവകകൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ആഗ്രഹിച്ചിട്ടുണ്ടോ? പൊതുമുതലോ അന്യൻ്റെ വസ്തുവകകളോ നശിപ്പിക്കാനോ സ്വന്തമാക്കാനോ ശ്രമിച്ചിട്ടുണ്ടോ? മായം ചേർത്ത് വിൽപ്പന നടത്തിയിട്ടുണ്ടോ? തൂക്കത്തിൽ വെട്ടിപ്പ് കാണിച്ചിട്ടുണ്ടോ? കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ്, അമിത ലാഭം, കളവ് പറഞ്ഞ് വിൽപ്പന എന്നിവ ഉണ്ടായിട്ടുണ്ടോ? അനേകരെ തിന്മയിലേക്കും നാശത്തിലേക്കും നയിക്കുന്ന ലഹരി വസ്തുക്കൾ, ബ്ലൂ ഫിലിം തുടങ്ങിയവയുടെ വിപണനത്തിലൂടെ പണം നേടിയിട്ടുണ്ടോ? നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ? കൃത്രിമ ഒപ്പ്, കൃത്രിമ സീലുകൾ ഉപയോഗിക്കുക, കള്ളപ്രമാണങ്ങൾ, കള്ള രേഖകൾ, കൃത്രിമ രേഖകൾ, കള്ള സർട്ടിഫിക്കറ്റുകൾ എന്നിവ വഴി നേട്ടമുണ്ടാക്കിയിട്ടുണ്ടോ? കള്ളനോട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ? വിൽപത്രത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ? വീതം വയ്ക്കലിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ടോ? അന്യായ പലിശ വാങ്ങിയിട്ടുണ്ടോ? പലിശക്കടത്തിൻ്റെ പേരിൽ സ്വത്ത് പിടിച്ചെടുത്തിട്ടുണ്ടോ? കളഞ്ഞു കിട്ടിയവ സ്വന്തമാക്കിയിട്ടുണ്ടോ? പരീക്ഷയിൽ കോപ്പി അടിച്ചിട്ടുണ്ടോ? കോപ്പി അടിക്കാൻ സഹായിച്ചിട്ടുണ്ടോ? പ്രേരിപ്പിച്ചിട്ടുണ്ടോ? മീറ്റർ കേടാക്കി ഇലക്ട്രിസിറ്റി, വെള്ളം മുതലായവ മോഷ്ടിച്ചിട്ടുണ്ടോ? ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തിട്ടുണ്ടോ? കുടിവെള്ളം, വഴി, ഇലക്ട്രിസിറ്റി മുതലായവ അയൽക്കാർക്കോ അർഹതപ്പെട്ടവർക്കോ ലഭിക്കുന്നതിന് തടസ്സം നിന്നിട്ടുണ്ടോ? കടം വാങ്ങിയിട്ട് ബോധപൂർവം മടക്കി കൊടുക്കാതിരുന്നോ? ജോലി ചെയ്തവർക്ക് അർഹമായ ന്യായമായ വേതനം നൽകാതിരുന്നോ? ആത്മാർത്ഥതയോടെ ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങിയിട്ടുണ്ടോ? കരാർ പണികളിലും ഇടപാടുകളിലും കൃത്രിമവും തട്ടിപ്പും കാട്ടിയിട്ടുണ്ടോ? സഹായം അർഹിക്കുന്നവനെ അവഗണിച്ച് ആഡംബരത്തിനും ധൂർത്തിനും അനാവശ്യ കാര്യങ്ങൾക്കും സ്വത്ത് ചിലവഴിച്ചിട്ടുണ്ടോ? ജീവിതാന്തസ്സിനടുത്ത കടമകൾ നിർവഹിക്കാത്തതിനാൽ മറ്റുള്ളവർക്ക് ലഭിക്കേണ്ട നന്മകൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? അർഹതപ്പെട്ടവർക്ക് നീതി നിഷേധിക്കപ്പെട്ടപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്താതെ അലസത കാട്ടിയിട്ടുണ്ടോ? ദശാംശം കൊടുക്കാതിരുന്നിട്ടുണ്ടോ? ദൈവദാനമായ സമയത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദശാംശം ദൈവത്തിന് അർഹതപ്പെട്ടതാണ്. നമുക്ക് വിചിന്തനം ചെയ്യാം.